ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഔലിയാക്കന്മാരിൽ പ്രഗൽഭനാണ്. അതാണ് നാണ് ചൊന്ന കിതാബു തസ്കീറത്തുൽ ഔലിയാ. ഇമാം ഫരീദുദ്ദീനുൽ അത്വാർ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ ഗ്രന്ഥത്തെ ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തിയ ഗ്രന്ഥത്തില് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങളുടെ പേരുണ്ടോ? ആ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ഒരു അസുഖം രോഗം വന്നിട്ട് കണ്ടെങ്കില് ഈമാനുള്ള സുന്നത്ത് കേരള നിന്റെ വയത് കേൾക്കൊടുക്ക് വന്ന പെങ്ങള് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തീരാണ്ട് ഇത് കണ്ടെങ്കില് ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മുതഅല്ലിമീങ്ങളെ നേരെ കടത്തില് ബീബി നഫീസത്തുൽ മിസ്രിയുടെ ഔതുകാട്. കാരണം നഫീസ അല്ലാഹുവിന്റെ പേടിയുള്ള പെണ്ണാണ്. ഹിജ്റ 145 ജനിച്ചിട്ട് ഹിജ്റ 208 വഫാത്തായ മഹദിയാണ് ബീബി നഫീസത്തുൽ മിസ്രിയ. ഒരഭിപ്രായ പ്രകാരം ചൊല്ലുടോ മരിക്കടേക്ക് മുന്നല്ലോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ 6000 ബട്ട പരിശുദ്ധ ഖുർആന്റെ ഖതം തീർത്തര്. 6000 ബട്ട പോയിട്ട് ഞങ്ങളുടെ ജീവിതത്തില് 6 ബട്ടനാണ് ഖതം തീർത്തരാണ്ട് ചൊല്ലുക ധൈര്യമുള്ള പെണ്ണാറുണ്ടോ? പരിശുദ്ധ റമദാനില് പോലും 30 നോമ്പ് പിടിച്ച ബാലക്കാരാ ഖുർആന്റെ ഒരു ബട്ടനിക്ക് ഖതം തീർക്കൊണ്ടു തീരിടാ. പരിശുദ്ധ ഖുർആന്റെ ഒരേ ഒരു ബട്ട ഖതം തീർക്കൊണ്ടു നിക്ക് തീരിടാ. എങ്കിൽ പരിശുദ്ധ റമദാന്റെ ഓരോ നാളും റമദാന്റെ ഓരോ നാളിലെ ജണ്ട് ഖതം തീർത്ത മഹാനാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. അത്തര വലിയ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു അവസാനം വഫാത്താകുമ്പോ മരിക്കുമ്പോഴത്തേക്ക് വസിയത്ത് ചൊല്ലടോ നാളെ മരിച്ചിട്ട് കഫൻ ചെയ്യും മയ്യത്ത് നിസ്കരിക്കുമ്പോഴത്തേക്കോ നന്റെ ശിഷ്യത്തിയായ ബീബി നഫീസനക്ക് നിസ്കരിക്കണോ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങള് വഫാത്തായിട്ട് ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുടെ മയ്യത്ത് ജനാസ കുളിപ്പാടിയിട്ട് ഷാഫി ഇമാമുടെ പ്രധാനപ്പെട്ട ശിഷ്യ ഇമാം ബുവൈത്ത് റളിയല്ലാഹു അൻഹു ആ മയ്യത്ത് നിസ്കാരത്തേക്ക് ഇമാമു നിൽക്കുമ്പോഴത്തേക്കോ എല്ലാ ആണിങ്ങളെ കാണലാ പിറകെ നിന്നിട്ട് നഫീസത്തുൽ മിസ്രിയ മയ്യത്ത് നിസ്കരിക്കടേ. എന്റെ സമുദായത്തിൽ പിന്നെ പുതിയ ബദലാവണയാണ്. ഉമ്മയുടെ മയ്യത്ത് പെണ്ണുമക്ക നിസ്കരിക്കണോ? പാപ്പയുടെ മയ്യത്ത് പെണ്ണുമക്ക സുറൂക്ക് നിസ്കരിക്കട്ടെ ചൊല്ലത്. നൂതനവാദികള് ഇസ്ലാമുടെ അറിയാതെ കനിക്കത്തെ ചില ആളുമാർ കൊണ പറമ്പത്തുകോ ഞങ്ങളെ പെണ്ണുമക്ക ബലിയാവകോ തീരാ. ഉസ്താദ നഫീസ ബീബി നിസ്കരിച്ചിട്ടില്ലേണ്ട് കേൾക്കുവാറല്ലേ? നഫീസ ബീബി ഇമാം നിന്റെ ടൗഡർ നിസ്കാരം നടന്നില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുടെ മേല് ആ മഹാന്മാരായ സ്വാലിഹീങ്ങള് ശിഷ്യന്മാരും കുടുംബത്തിൽ പെട്ടങ്ങ ആയിരക്കണക്കിലുള്ള പണ്ഡിതന്മാരും ആരിഫീങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കേണ്ടതിനെ കാണുന്നോലോ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു പെണ്ണുങ്ങളെ കൊണ്ടിട്ടൊരു മയ്യത്ത് നിസ്കാരം നടന്നില്ല. എല്ലാരക്കാണ് പെരകത്തില് നഫീസ റളിയല്ലാഹു അൻഹ മയ്യത്ത് നിസ്കരിക്കട്. മഹാന്മാരായ സ്വാലിഹീങ്ങളാ ഗ്രന്ഥത്തിൽ എഴുതരാറ്. എത്ര ബല മഹദിയാൻ ബീബി നഫീസത്തുൽ മിസ്രിയ ഗൊന്തുണ്ട. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആരെല്ലാം മയ്യത്ത് നിസ്കരിച്ചിറാറാ, ആരെല്ലാം ആ ജനാസ നിസ്കാരത്തിൽ ഭാഗവഹിച്ചിറാറാ അങ്ങ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുടൂ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുടെ ബർക്കത്ത് കൊണ്ടു പല ആലിമീങ്ങളെ മയ്യത്ത് നിസ്കരിക്കണു പോയ ആളുമാരല്ലേ നങ്ങ. പല ആലിമീങ്ങളെ ജനാസ നിസ്കരിക്കണു പോയ ആളുമാരല്ലേ നങ്ങ. പല ആലിമീങ്ങളെ സയ്യിദന്മാരെ ജനാസ നങ്ങളെ ബലിയാസ പള്ളിയില് നിസ്കരിക്കല്ലേ ബാലക്കാരാ. പള്ളിയില് ജുമാഅത്തിന് അന്തര ഖതീബ് ഉസ്താദ് ഒന്ന് ചീട്ടിൽ ഓതിയിട്ട് മയ്യത്ത് നിസ്കരിക്കണു കൊണ്ടു ഇന്ന റായത്തെ തങ്ങള്, ഇന്ന റായത്തെ ഉസ്താദ്, ഇന്ന റായത്തെ പെണ്ണിങ്ങ ചൊന്ന് പേര് ചൊല്ലുമ്പോത്തുകോ ആ ലിസ്റ്റ് എടുക്കുമ്പോത്തുകോ പള്ളിയിൽ കഴിഞ്ഞിട്ട് ഓടുര മുസ്ലിം നാളെ നിന്റെയും നിന്റെയും പേര് ഇതുപോലെ പള്ളിയില് വായിക്കൊണു കൊണ്ടു വാങ്ങു ചൊന്നാണ്. നന്റെ പള്ളിയില് ഓരോ ജുമാഅത്തെ നാളില് എത്ര റായത്തെ എത്ര മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കര കൊന്തുണ്ടാ. നന്റെ പിറകെ നൂറുകണക്കിലുള്ള മുസ്ലിമീങ്ങളെ നിസ്കരിക്കട കൊന്തുണ്ടാ. എന്നിട്ട് ഏതെങ്കിലും ഒരു നാള് നിനപ്പ് വെച്ച് നോക്കോറോ നിങ്ങളെ റായത്ത് വന്ന് വാങ്ങു ചൊന്നാണ്. നന്റെ പേര് നിങ്ങളെ പള്ളിയില് വായിക്കൊണു കൊണ്ടു. നിങ്ങൾ
എങ്ങനെ പേര് നാണിമാമുള്ള പള്ളിയില് വായിക്കൊണ്ടുകൊണ്ടു ഓരോ പള്ളിയിലൊന്നും അങ്ങനെ ഓരോരുത്തരെ പേര് വായിക്കൊണ്ടുകൊണ്ടു ഒരാൾക്ക് വേണ്ടിട്ട് മയ്യത്ത് നിസ്കരിക്കണമെന്ന് ഞങ്ങൾക്ക് നാല് പുരുഷത്തിന്നില്ലെങ്കിൽ ഓരോ ബലിയാസരുണ്ട് ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കുമ്പോ തുകോ അതുക്കുള്ള ഒരു സമയം പോലും ഞങ്ങൾക്ക് കിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ ഈമാനുള്ള ബാലക്കാരാ ഞങ്ങളുടെ പേര് ഏതെങ്കിലും ഒരു പള്ളിയിലെ മീത്ത് വായിക്കുമ്പോ തുകോ സ്വാലിഹീങ്ങളുടെ ദുആയും നിസ്കാരം ഞങ്ങൾക്ക് കിട്ടാല എത്ര നല്ല ഈമാനുള്ള സ്വാലിഹീങ്ങളുടെ പേര് കൊണ്ടുണ്ട വെലിയാസ ബായിക്കടെ കൂട്ടത്തിലേക്കിടത് ചില ആളുമാർക്ക് വേണ്ടി ഞങ്ങൾ മയ്യത്ത് നിസ്കരിച്ചെങ്കിൽ ആ നിസ്കരിക്കപ്പെട്ട ആളുമാർക്ക് കിട്ടിയ കാരണം യാറെ ഗുണങ്ങള് മയ്യത്ത് നിസ്കരിച്ചവണക്ക് കിട്ടൂ അതല്ല ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് കിതാബുൽ ചൊന്നേ ഷാഫി ഇമാമയുടെ മയ്യത്ത് നിസ്കാരം ആരല്ല നിസ്കരിച്ചറാ അങ്ങ എല്ലാവർക്കും അല്ല പുറത്തു കൊടുത്തറാ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുയുടെ ബറകത്ത് കൊണ്ടാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾക്കും അല്ല പുറത്തു കൊടുത്തറ പെങ്ങളെ ബീബി നഫീസത്തുൽ മിസ്രിയുടെ മയ്യത്ത് നിസ്കാരം കൊണ്ടു അത്ര ബല മഹദിയായ ബീബി നഫീസത്തുൽ മിസ്രിയ മരിക്കടേക്ക് മുന്നോലോ സ്വന്തമായി ഖബർ തോണ്ടിട്ട് 190 ചില്ലാര ഖതമുൽ ഖുർആൻ ആ ഖബറിന്റെ പരിസരത്തിൽ വെച്ചിട്ട് ഓതിരേ നീനും നാളെ മരിക്കണമെങ്കില്ല സുന്നത്തുകാരുടെ ഈമാനുള്ള പെണ്ണുങ്ങള് നിങ്ങ നാളെ മരിക്കണ്ടേ ഏതെങ്കിലും ഒരു ഖബറിൽ ഞങ്ങളെ കൊണ്ടുപോയി വെച്ചിട്ട് മുൻകർ നക്കീർ വന്ന് ചോദ്യം കേൾക്കുമ്പോത്തുകോ എത്ര ഖതം നിക്ക് ജീവിതത്തിൽ ബുദ്ധി ഇന്നപ്പോ ഓതുക തീരിടേ ഔറത്ത് തുറന്ന് നടക്കണക പേടിയായില്ല ഔറത്ത് കാട്ടി നടക്കണ ഒരു ചങ്കയുമായില്ല വിദ്യാഭ്യാസത്തെ പേരില് അല്ല ശൈക്ഷണിക വിദ്യാഭ്യാസത്തെ പേരിൽ ഈ സമുദായത്തിൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കണു വിദ്യാഭ്യാസ ആവശ്യകതയാണ് മണകണ്ഠ കനികത്തെ ഉമ്മമാര് ബാപ്പമാർ സ്വന്തം പെണ്ണുമക്കളെ വിദ്യാഭ്യാസത്തെ പിറകെ പ്രോത്സാഹിപ്പിച്ചിട്ട് ആയിരക്കണക്കിൽ അതൊക്കെ ചെലവാക്കുമ്പോ തോകൂ ഇസ്ലാമുടെ രീതിയും നീതി തപ്പിട്ട് വേണ്ട ഔറത്ത് തുറന്നിട്ട് വേണ്ട ഉമ്മ നിസ്കാരം കഥാക്കിയിട്ടുള്ളത് വേണ്ട ഉമ്മ ഇസ്ലാമിന്റെ എല്ലാ ശിഷ്ടാചാരത്ത് കൊത്തിട്ട് നിങ്ങളെ മക്കൾ നിൽക്കണമെങ്കിൽ ഏതുവരെ നിങ്ങൾ പഠിപ്പാട്ടിരെങ്കിലും നിങ്ങളെ പെണ്ണുമക്കളെ ഡോക്ടർമാരാക്കണമെങ്കിൽ നിങ്ങളെ പെണ്ണുമക്കളെ വൈജ്ഞാനിക ജഗത്തിൽ ഉത്തുംഗത്ത് കയറിയ ഒരു പെണ്ണാക്കണമെങ്കിൽ IAS ഓഫീസർ ആക്കണമെങ്കിൽ എഞ്ചിനീയർ ആക്കണമെങ്കിൽ ഇസ്ലാം വിദ്യാഭ്യാസത്തേക്ക് എതിരല്ല ലോകത്തുള്ള ഒന്നാമത്തെ വിശ്വവിദ്യാനിലയ ഏതുകൊണ്ടുണ്ട ലോകത്തിലുള്ള ഒന്നാമത്തെ വിശ്വവിദ്യാനിലയ ഫാത്തിമത്തുൽ ഫിഹ്രീസുള്ള ഒരു മുസ്ലിം പെണ്ണുങ്ങള് ഉണ്ടാക്കിയ കനികത്തെ വിശ്വവിദ്യാനിലയമാൻ അപ്പൊ ഞാൻ ചൊന്നുകൊണ്ട് പിന്നെ ഫാത്തിമത്തുൽ ഫിഹ്രി ഒരു മുസ്ലിം പെണ്ണ് ആ പെണ്ണുക കിട്ടിയ കനികത്തെ തറവാട് സ്വത്തരെ ഓതി വെച്ചിട്ട് ലോകത്തിൽ ഒന്നാമത്തെ വിശ്വവിദ്യാനിലയ തുറക്കുമ്പോ തുകോ ഒരേ ഒരു മുസ്ലിം അലിമീങ്ങളും അതൊക്കെ എതിരല്ല പക്ഷെ നിസ്കാരം ഖദാ ആക്കിയിട്ടുള്ള വിദ്യാഭ്യാസമല്ല പെങ്ങള് സുബ്ഹാനല്ലാഹ് ഇണ്ട് ഞങ്ങളെ എല്ലാ പുതിയ കാര്യത്തെ പിറകെ പോകുമ്പോ തുകൂ എല്ലാവർക്കും ചുത്തുണുക പോണു എല്ലാവർക്കും ടൂറുക പോണു അത് ഒന്നിലും വിരോധമില്ല വേണ്ടാണ്ടല്ല നിസ്കാരമാ കൂട്ടത്തിൽ ഖദാ ആവണ്ട പെങ്ങള് സുന്നത്ത് കരൽ ബെട്ട എത്ര ആളുമാരോ ചുത്തുണുക മാപ്പിളയുടെ കൂടെ പോകുമ്പോത്തുക മക്കളുടെ കൂടെ പോകുമ്പോത്തുക അല്ലേ അസർക്ക് പോകുമ്പോ ഏതെങ്കിലും ഒരു ബീച്ചുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർക്കുക ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാളുക പോകുമ്പോത്തുകു അഥവാ മങ്ങിലത്തേക്ക് വേണ്ടി ഡ്രസ് എടുക്കണുക പോകുമ്പോത്തുകു ഉച്ചക്ക് എവിടെ ചോറുണ്ണുടെ ചുള്ള ചർച്ച നടക്കിട് ജാവുക പറയുമ്പോ എവിടെ നാഷ്ടാക്കി വണ്ടേ ചുള്ള ചർച്ച നടക്കിട് ഈമാനുള്ള തന്റെ വാഴ കേക്കട പെങ്ങള് മഗ്രിബ് വേഗ ഖദാവിടല്ലേ ആ മഗ്രിബ് ഞങ്ങൾ എവിടെ നിസ്കരിക്കേണ്ട കേട്ട ഒരു പെണ്ണി സദസ്സുലുണ്ടാ
ഉണ്ടെങ്കിൽ നീന് ഭാഗ്യവതിയാണ്. അല്ലാഹുവിന്റെ മുട്ട പൊരുത്തമുള്ള പെണ്ണാണ് ബഹുമാനപ്പെട്ട ഹുദൈബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തിലെ ചില സ്വഹാബത്ത് 10ഓളം സ്വഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഒരു ഇസ്ലാമിന്റെ പടിപ്പാട്ടി കൊടുക്കണ ഒരു റായത്ത് കേൾപ്പിച്ച് കിടത്തര്. 10 സ്വഹാബികളാണ്. ഈ 10 സ്വഹാബികൾ പോയിട്ടതാ സുദീർഘമായ ചരിത്രം വിശദീകരിക്കില്ല, സിമ്പിളായിട്ട് ചൊല്ലുടെ ഈമാനുള്ള മുസ്ലിമീങ്ങള്. ഈ 10 സ്വഹാബത്ത് ഒരു റായത്ത് എത്തുമ്പോത്തുകൊണ്ടല്ലേ 100ഓളം ബാണപുട്രയിൽ വിദഗ്ധന്മാരായ ശത്രുക്കള് ഈ 10 സ്വഹാബത്തിലെ റൗണ്ട് ഓഫ് ആക്കിടാറ്. 10 സ്വഹാബികള് 100ഓളം ബാണപുട്രയിൽ വിദഗ്ധന്മാരായ നല്ല റാമിങ്ങൾ അമ്പെഴുത്തുകാർ റൗണ്ട് അപ്പ് ആക്കിയിട്ട് ചൊല്ലോടെ ഞങ്ങൾക്ക് നിങ്ങൾ ശരണാവണു. യുദ്ധത്തുക്ക് പോയ സ്വഹാബിങ്ങളല്ല, ആരെ പേടിന്നിട്ടല്ല സ്വഹാബിങ്ങക്ക് അല്ലാന്റെ വിട്ടെങ്കിൽ ഒരാളെയും പേടിയില്ല. പ്രസിദ്ധമായ ഖാദിസിയ യുദ്ധത്തില് ഒരു പേർഷ്യൻ രാജാവോ അവനു ജീവിതത്തിൽ ചെയ്ഞ്ഞ ഒരു യുദ്ധത്തിലും സോലു പരിചയമില്ലാത്ത രാജാവാണ്. കാരണം എന്തിനാ കൊന്തുണ്ട പെണ്ണുങ്ങളെ മാട്ടാക്കിട്ട് സിഹറാക്കിട്ട് ഒരു ധ്വജത്തെ അവന്റെ രഥത്തെ എതിരുള്ള തൂക്കി വെച്ചിട്ടിന്ന പേർഷ്യത്തെ രാജാവ് മാട്ടാക്കിട്ട് ജ്യോതിഷന്മാരുടെ പോയിട്ട് മാട്ടാക്കിട്ടതാ ഒരു ധ്വജത്തെ രഥത്തെ എതിരിൽ നാട്ടി വെച്ച് കുത്തിവെച്ചിട്ടിന്ന ആ സിഹിറുടെ കാരണം കൊണ്ടു പേർഷ്യത്തെ രാജാവരുടെ 6 യുദ്ധത്തിക്ക് പോണ്ടാറ അങ്ങ് പരാജയമാണ്. അങ്ങനത്തെ സോലു കാണാത്ത സാധാരണായ പേർഷ്യത്തെ രാജാവ് അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിലൊട്ട് ഏറ്റുമുട്ടുറാറ്. അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിലൊട്ട് ഒരു യുദ്ധത്തിക്ക് വന്നപ്പോ ആ പേർഷ്യത്തെ രാജാവുടെ രഥത്തെ കൊടി പോലും കാണാത്ത രൂപത്തില് നബി തങ്ങളെ സ്വഹാബത്തെ അടിച്ചിട്ട് ഓടുപാടിയുടെ നിലം പരിശാകുമ്പോത്തോ രാജാവ് പോയിട്ട് മാട്ടാക്കി കൊടുത്ത കൊടി കൊടുത്ത നേതാക്കന്മാരുടെ ജ്യോതിഷന്മാരുടെ കണക്ക് കേൾക്കുമ്പോത്തോ ആ ജ്യോതിഷന്മാർ ചൊന്ന കണക്കെന്തിനെ കൊന്തുണ്ട മുസ്ലിം സ്വഹാബത്തിരെ ഈമാന്റെ നടുലുണ്ടെങ്കിലെ രഥത്തിക്ക് വിജയം ഇക്കണുകയില്ല. സ്വഹാബത്തിലെ ഈമാന്റെ എതിരുള്ള സിഹിറുടെ ഈ കൊടിക്ക് പവറുമയ്യായില്ല. അങ്ങനത്തെ ഈമാനുള്ള സ്വഹാബത്തിക്ക് അല്ലാണ്ട് വേറെ പേടിയില്ല. അങ്ങനത്തെ 10 സ്വഹാബത്തിന് 100ഓളം ആളുമാർ വളയം ചെയ്ഞ്ഞിട്ടാകുമ്പോ റൗണ്ട് ഓഫ് ആക്കിട്ടാകുമ്പോ അതിൽ 7 സ്വഹാബത്തിന് അവിടമേ കൊല്ലുടാറ്. നബിതങ്ങള് സ്വഹാബത്ത് ഗലാട്ടക്ക് പോയതല്ല. ഇസ്ലാമിന്റെ ആദർശത്തെ ചൊന്നു കൊടുക്കണ ഒരു റായത്തുക്ക് പോകുമ്പോ അന്യായമായിട്ട് റൗണ്ട് ഓഫ് ആക്കി 7 ആളിനെ കൊന്നുകളഞ്ഞാറ്. എന്നിട്ട് അതാ 3-4 ടിക ചൊല്ലുടെ ഞങ്ങൾക്ക് നിങ്ങൾ ശരണാവണോ, ശരണായെങ്കിൽ നിങ്ങളെ എന്തും ഞങ്ങ ആക്കാല. ആ കൂട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു ഇങ്ങ 3-4 ശരണാവണു തീരുമാനിച്ചാറ്. എന്നിട്ടതാ ഇങ്ങളെ കയ്യിൽ ഇന്നതെല്ലാം കീല് വെച്ചിട്ട് ശരണാമ്പത്തൂകൂ. അതാ ബന്യ മുശ്രിക്കീങ്ങള് ഇങ്ങ 3-4 കൈഡം വെച്ച് കെട്ടാറ്. കൈ കെട്ടുമ്പത്തുക അതിന് കൂട്ടത്തിലുള്ള ഒരു സ്വഹാബി ചൊല്ലുടെ ഇത് 1-ാമത്തെ ചതിയാണ്, ഇത് 1-ാമത്തെ വഞ്ചനയാണ്. ശരണായെങ്കിൽ എന്തും ആക്കില്ല ചൊന്നെ നിങ്ങൾ കൈ കെട്ടിയ എന്തുക വേണ്ടിട്ട് അതുകൊണ്ട് നിങ്ങളെ കുതന്ത്ര മനസ്സിലാവിടൂ. ഷഹീദായ 7 ആളുമാരുടെ കൂടെ നാണും പോയി സേറിട. നിങ്ങളെ ബാണത്തെ നാണ് പേടിക്കില്ല, നിങ്ങളെ തലവാർ എന്നൊക്കെ പേടിയല്ല. എന്നിട്ട് ആ സ്വഹാബി അവിടമേ തെച്ച് ഷഹീദാവിടൂ. അങ്ങ് അവിടമേ തർച്ചിട്ടിട്ടാറ്. എന്നിട്ട് 2 സ്വഹാബിങ്ങൾ ഹുബൈബ് റളിയല്ലാഹു അൻഹു പിന്നൊരു സ്വഹാബി നിങ്ങളതാ ഈ 100ഓളം ആളുമാർ കൊണ്ടുപോയിട്ട് ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ പരാജയപ്പെട്ട മക്കത്തെ മുശ്രിക്കീങ്ങള് ആ കുടുംബത്തില് ബദറിലെ ചത്തുപോയ കനികത്തെ മുശ്രിക്കീങ്ങളെ കുടുംബക്കാർക്ക് ഈ 2 സ്വഹാബികൾ അങ്ങ് ബിക്കിടാറ്. കുടുംബങ്ങളെ ഏറ്റെടുക്ക നിങ്ങൾക്ക് പാളവടി വാട്ടണു ഇങ്ങ ജണ്ടാലെ ബല കൊടുത്തിട്ടെടുക്കട്. എന്നിട്ടതാ നല്ല ഒരു നാള് നോക്കിട്ട് ഇങ്ങനെ പരസ്യമായിട്ട് പബ്ലിക്കിൽ കൊല്ലണോ ചൊന്ന് തീരുമാനാക്കിടാറ്. സുബ്ഹാനല്ലാ, ജണ്ടാളുക മരണദണ്ഡന ശിക്ഷ കൊടുക്കണുക വേണ്ടി ഒരു തപ്പും ആക്കാട്ട് അന്യായമായിട്ട് കൊല്ലണുക വേണ്ടി അറസ്റ്റ് ആക്കിയിട്ട് ഔത്യവുക തടവിൽ വെച്ചിട്ടാകുമ്പോത്തൂകു മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുടെ കയ്യിലെ നല്ല മൂർച്ചയുള്ള ഒരു കത്തിക്കിട്. ആ ഗലികള് കൊല്ലണു
കൊണകു ബിയർച്ചക്ക് എനിക്ക് ആളുമാറുണ്ടല്ലേ. അങ്ങനെ ഒരു കിടാവ് പറന്നോണ്ട് പോയിട്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹുടെ മടിയിൽ ദൈക്കിട്. കയ്യില് നല്ല മൂർച്ചയുള്ള ചാക്കുണ്ടോ. ഹുബൈബ് തങ്ങളെ കൊല്ലുക ബിയർച്ചക്ക് ഔത്തെ പെണ്ണുങ്ങളെ മനസ്സുക പേടി പണ്ട് പടച്ചോണ് പ്രതികാരത്തിൽ മീതൻ അങ്ങനെ കിടാവിടെ കൽത്തുകയാള് കത്തി വെച്ചെങ്കാച്ചൊന്നു പേടിക്കൊമ്പത്തുകോ. ആ പേടി മുഖം നോക്കിയിട്ട് കണ്ടറിഞ്ഞ ഹുബൈബ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചിട്ട് ചൊല്ലോടോ, ഇല്ല പെങ്ങളെ, നാണ് മുസ്ലിമാ, നാണ് അല്ലാഹുവിന്റെ റസൂലെ സ്വഹാബിയ, പരിശുദ്ധ ഇസ്ലാമുടെ അനുയായിയാണ്, ഈമാന്റെ പ്രകാശത്തെ ഹൃദയത്തെ സൂക്ഷിച്ചു വെച്ച മുഅ്മിനാണ്, ലോകത്തുക സൗഹാർദ്ദത്തെ എന്തിനേണ്ട പഠിപ്പാട്ട് നേതാവിടെ അംഗീകരിച്ച ആളാണ്, ലോകത്തുക സൗഹാർദ്ദത്തെ എന്തിരെ മനുഷ്യന്മാരെ എങ്ങനെ സ്നേഹിക്കണോ, സ്വന്തം മക്കളൊട്ടിക എങ്ങനെ നീതി പാലിക്കണോട് പഠിപ്പാട്ട് നേതാവിടെ അനുയായിയാണ്. ഈ കിടാവിടെ നാണ് കൊല്ലുടത് പോയിട്ട് ഈ കിടാവിടെ ഒരു നോട്ടം കൊണ്ടുപോലും പേടി പാട്ടില്ല. ഹുബൈബ് തങ്ങളെ കൊല്ലുക വേണ്ടിയിട്ട് കാത്തു വെച്ച ഔത്തെ കൂട്ടത്തിൽ ഒരു പെണ്ണിങ്ങ ചൊല്ലുടോ, ഹുബൈബിടെ പോലോത്തെ നല്ല ഒരു മനുഷ്യന്റെ നന്റെ ജീവനത്തില് നാണ് കണ്ടിട്ടേ ഇല്ല. കൊല്ലുക എടുത്തു വെച്ച ആളാണ്, കൊല്ലുക വേണ്ടി അറസ്റ്റ് ആക്കി വെച്ച ആളാണ്, ശത്രുവായിട്ട് കാണ്ട ആളുമാറാണ്. ഹുബൈബ് തങ്ങളെ അപരാധി സ്ഥാനത്തിൽ നിന്നിട്ട് മരണദണ്ഡന ശിക്ഷക്ക് വേണ്ടി നാളെ കനിക്ക് തൗത്താളുമാറ് ചൊല്ലൂടെ. ഹുബൈബിടെ പോലോത്തെ നല്ല ഒരാളെ നാണ് കണ്ടിട്ടില്ല. അതാണ് മുസ്ലിമെ ബാലക്കാരാ, ഈമാനുള്ള ഒരാള് അങ്ങനെയാണ്. ആ ഹുബൈബ് റളിയല്ലാഹു അൻഹുടെ അവസാനം കൊല്ലുക വേണ്ടി മരണദണ്ഡന ശിക്ഷ കൊടുക്കണക വേണ്ടി കൽത്തേക്ക് പല്ലിട്ടിട്ട് തൂക്കണക വേണ്ടി ആയിര കണക്കിലുള്ള മുശ്രിക്കീങ്ങൾ ഒരുമിച്ച് കൂടി നിന്റെ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ചൊല്ലുട, പെങ്ങളെ നന്റെ കൊല്ലുടതില് ബേജാറില്ല, ഒരു ജണ്ടരക്കകത്ത് നിസ്കരിക്കണമെന്ന് പെർമിഷൻ തണ്ടാറാ. സുബ്ഹാനല്ലാഹ്, ജീവനത്തെ അവസാനത്തെ ആഗ്രഹമാണ് നന്റെ പെഞ്ഞായുടെ നക്കൊന്ന് മുഖം നോക്കണുണ്ടല്ല, നന്റെ മക്കളൊട്ടിಗೆ ഒന്ന് വസിയത്ത് ചൊല്ലണുണ്ടല്ല, അല്ലാഹുവിന്റെ റസൂലൊട്ടിಗೆ ഒന്ന് പോയിട്ട് സലാം ചൊന്നു പണ്ടല്ല, നന്റെ റബ്ബരൊട്ടിಗೆ ഒരു ജണ്ടരക്കകത്ത് നിസ്കരിക്കണോ. ಬೇಗ ನಿಸ್ಕರಿಸಿದ ಸಲಾಂ ಬೀಟಿಡಿ ಎಂಚಿ ನಿಂದು ಚೊಲ್ಲೋಡೋ. ಮುಶ್ರಿಕೀಗಳ ನಿಗಲ ಮನಸ್ಸಲ್ಲಿ ಮೀತ ನಂಡೆ ಬಗ್ಗೆ ಬರು ಚಿಂತೆ ಬಂದಿಲ್ಲ ಅಂತ ಕಂಡೆಂಗಿಲೆ നന്റെ നിസ്കാര തെല്ല നേരാക്കിട്ട് നാണ് സുദീർഘമായി നിസ്കരിച്ചെങ്കില് മരിക്കണുക പേടിച്ചിട്ട് കാണ്ട ചൊമ്മനാറ നിസ്കരിക്കേണ്ട നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ പിയർച്ചു പോവാറ്. അതുകൊണ്ട് മരിക്കണുക പേടിക്കുന്ന ആളല്ല മുഅ്മിനീങ്ങള്. നബി തങ്ങളുടെ സ്വഹാബിക മരണത്തെ പേടിയില്ല. എന്നിട്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹു ചൊല്ലുടോ, വലസ്തു ബാലിഹീന ഉഖ്താലു മുസ്ലിമാ അലാ അയ്യ ശിഖിൻ കാന ലില്ലാഹി മസ്റഈ വദാലിക ഫീ ദാത്തിൽ ഇലാഹി വഇയശാ യുബാരിക അലാ ഔസാലി ശിൽവിൻ മുമസ്സഈ. എന്തൊക്കെ വേണ്ടിയാണ് നിങ്ങൾ കൊല്ലുടേ? അല്ലാഹുടെ വിശ്വസിച്ചതിന്റെ പേരിലല്ലേ, അല്ലാഹുടെ റസൂല് സ്വഹാബിയായതിന്റെ പേരിലല്ലേ. ഹുബൈബകത് കണക്കല്ല. ഹുബൈബക മരണത്തെ പേടിയില്ല. ഈ നന്റെ ശരീരത്തെ നിങ്ങൾ എങ്ങനെ തരച്ചിട്ടിടുവാറിട്ട് നക്കുകൊണ്ടുണ്ടോ? നന്റെ ശരീരത്തെ നന്റെ മയ്യത്തിനെ ഒരു ഇറച്ചാക്കണോ? എങ്ങനെ ഇറച്ചിനെ തരച്ചിട്ട് പീസ് 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 ആക്കറാണ്. അതുപോലെ ഹുബൈബയുടെ മയ്യത്തിനെ നിങ്ങൾ തരച്ചിട്ടിട്ടെങ്കിൽ പോലും നന്റെ യജമാനനായ അല്ലാഹു വിചാരിച്ചെങ്കില് ആ നന്റെ ഹുബൈബയുടെ ഇറച്ചിന്റെ പീസില് പോലും അല്ലാഹ് ബർക്കത്ത് തണ്ട. മുശ്രിക്കീങ്ങൾക്ക് താക്കീത് കൊടുത്ത നേതാവാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു. അവസാനത്തെ കളികൾ പോലും ഒരു ജണ്ടറക്കാതെ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കണോ മനസ്സ് കാട്ടില്ല പെങ്ങള്. എന്നിട്ട് എന്തേ ഫർദ് നിസ്കരിക്കണു ഉമ്മമാര്? ഫർദ് നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്ത എത്ര ആളുമാറുണ്ടോ? ഹുബൈബ് റളിയല്ലാഹു അൻഹുടെ
അവസാനം കല്ലു ശിക്ഷ കൊടുത്തിട്ട് അതാ തൂക്കിയിട്ട് കൊന്നിട്ടാകുമ്പോ തൂകൂ ആ ശരീരത്തെ പീസ് പീസാക്കിയിട്ട് അഥവാ ഹുബൈബ് റളിയല്ലാഹു അൻഹുയുടെ ശരീരത്തെ ഏതെങ്കിലും ഒരു ഭാഗത്തെ മുറിച്ചിട്ടെടുത്തിട്ട് എന്നിട്ട് അതാ ബദറിൽ നഷ്ടപ്പെട്ട കനിക്കത്തെ കുടുംബക്കാർക്ക് പോയിട്ട് കാട്ടിയിട്ട് കൊസിയാക്ക് പാട്ടണോകൂ ഇതാണ് ഇങ്ങനെ കുടുംബത്തിൽപ്പെട്ട സ്വഹാബിങ്ങനെ കൂട്ടത്തിലുള്ള ഹുബൈബയുടെ കൈതാ ഹുബൈബയുടെ തല നോക്കോ റോജൊന്ന് കാട്ടുക വേണ്ടിയിട്ട് അതാ ചില ആളുമാർ കത്തിമെടുത്തിട്ട് മുട്ട പറകു നോക്കുമ്പോ തോകൂ സുബ്ഹാനല്ലാഹ് ആകാശത്തെ കാർമേഘങ്ങൾ പോലെ കടന്തല്ല കൂട്ടയിറങ്ങിട് ആകാശത്തെ തേണ്ടയിപ്പ പോലോത്തെ റാസി റാസി ഇറങ്ങിട് ഒരൊറ്റ മുശ്രിക്കായ മനുഷ്യനുക്ക് പോലും ഹുബൈബ് റളിയല്ലാഹു അൻഹുയുടെ മയ്യത്തിനെ തൊടുന്നു കാവില്ല ആ ഹുബൈബ് തങ്ങളുടെ ജനാസത്ത് കാവൽ കടന്തലുകളാണ് അല്ലാഹ് ബർക്കത്ത് ചെയ്യുന്നതാണ് ഈമാനുള്ള മുസ്ലിമീങ്ങളെ ഇന്റെ ഞങ്ങളെ ജീവനത്തിൽ ബർക്കത്ത് ചൊല്ലതില്ല ബെടക്ക് ഒരു വിലയുമില്ല എത്ര വലിയ ബെടക്കാക്കെങ്കിലും സമൂഹത്തിൽ അതൊരു വിഷയമേ അല്ല പണ്ട് കാലത്തിൽ ഇന്ന് ഹിരിയാളുമാർ എന്തെങ്കിലും ഒരു ചെറിയ യാറകുരുടി പറമ്പക പേടിച്ചോണ്ടിന്നാറ് ദൂരെ നിന്നോണ്ടിന്നാറ് ഇന്റെ ബെടക്കത്തര വ്യാപകമാണ് അല്ല സമുദായത്തെ ബുടാല ബനു ഇസ്രായേലിലെ പെട്ട ആളുമാർ അല്ലാഹു നാശത്തെ കൊടുക്കണമെന്നില്ല കാരണം അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലോടോ ഈമാനുള്ള പെങ്ങള് ഈമാനുള്ള ഉമ്മമാരെ ശരിക്കും കേട്ടോളൂ ബനു ഇസ്രായേലിലെ ആളുമാരെ അല്ലാഹ് നശിപ്പിക്കണമെന്നില്ല ഒന്നാമത്തെ കാരണം അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലോടോ ബനു ഇസ്രായേലിങ്ങളെ അധപതനത്തിക്ക് ഒന്നാമത്തെ കാരണം എന്തിനാ കൊന്തുണ്ട ബാലക്കാര അങ്ങനെ സമുദായത്തിലെ ബെടക്കത്തര നടക്കുമ്പോ തുകൂ അങ്ങ അതിനെ വിരോധിച്ചില്ല ചൊല്ലതാണ് അങ്ങ ബെടക്കത്തരത്തുക്ക് കൂട്ടു നിന്റെ ചൊന്നതല്ല അങ്ങ ബെടക്കത്തര ആക്കിയത് കൊണ്ടുണ്ടല്ല ചൊന്നേ അങ്ങനെ സമുദായത്തില് വേണ്ടാത്തത് നടക്കുമ്പോ തുകൂ അതിനെ വിരോധിച്ചില്ല ചൊല്ലതാണ് അല്ലാഹു ഒരു സമുദായത്തെ നശിപ്പിക്കണുകൊണ്ട് ചൊന്നിട്ടിന്നെങ്കിലേ ഒരു സമുദായത്തിൽ കാണ്ട ബെടക്കത്തരത്തി ആ സമുദായത്തിൽപ്പെട്ട ആളുമാർ വിരോധിച്ചില്ലല്ലേ ചൊല്ലേക്ക് അല്ലാഹ് അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട് കണ്ടെങ്കിൽ നാണും നിങ്ങൾ ഇന്റെ എവിടെ എത്തിയ മുസ്ലിമീങ്ങള് 5 വഖത്ത് കൃത്യമായി പള്ളിക്ക് വേണ്ട എത്ര ആളുമാർ സുന്നത്ത് കരലുണ്ടോ മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചെറിയ ഒരു സംഭവം ഒന്ന് വാദനിപ്പാട്ടത് വറക്കുക ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഔലിയാക്കന്മാരിൽ പ്രമുഖനാണ് പക്ഷേ സഹവാസ ദോഷം കൊണ്ട് ഹുബൈബ് ബഹുമാനപ്പെട്ട ഫുദൈൽ ഇബ്നു ഇയാദ് വലിയ കള്ളനാണ് വലിയ കള്ള ആ റായത്തെ ആളുമാരുണ്ടല്ലേ ആ ഫുദൈൽ ഇബ്നു ഇയാദ് ഉല്ലകൻകത്തെ റായത്തിലെ പോമ്പത്തുക്ക് പേടിക്കരവല ഫുദൈലും ഇത് കിട്ടിರುವ ഫുദൈൽ ആൾമാറും ഇത് കിട്ടിರುವಾರൻ ഞങ്ങളെ സ്വത്തിനെ ദരോടാക്കുവാറുണ്ട് അത്രക്കും പേടിക്കര കണിക്കറ്റ ഒരാളാണ് ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പക്ഷേ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുടെ ഒരു പ്രത്യേകത എങ്ങനെ കൊണ്ടുണ്ട് ഒരു വഖത്ത് നിസ്കാര വിടാല ഫുദൈൽ ഇബ്നു ഇയാദിലെ വലിയൊരു ഗ്യാങ് ആ ഗ്യാങ്ങിൽ സുമാർ കള്ളമാറുള്ളാറ് ആ കള്ളമാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരുത്ത നിസ്കരിച്ചില്ലെങ്കിൽ അവന്റെ ചോട്ടി ഭർത്താക്കിക്കൊണ്ടിരുന്നില്ല എന്റെ ഗ്യാങ്ങിൽ നിൽക്കോതിയ നിസ്കരിക്കാത്തുണ്ട് നല്ല സ്വാലിഹീങ്ങളായ കള്ളമാറപ്പെങ്കല്ലേ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുടെ ഗ്യാങ്ങിലുള്ള ഒരു കള്ള നിസ്കരിച്ചില്ലെങ്കിൽ അവന്റെ അടിച്ചു ഭർത്താക്കിക്കൊണ്ടിരുന്നു ഒരു നാളുണ്ടല്ലേ ഒരു വയസ്സായ ഒരാള് ബണ്ടവല ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുടെ ആൾമാരല്ല പല ഭാഗത്ത് കക്കോ പോയിടാറ് എല്ലാ പിന്നെ ജാബാൻ ഓർമ്മിച്ചു കൂട്ടി ഒട്ടിಗೆ എവിടെ എന്തെല്ലാം കൊണ്ട ಬಂದಿರಲ್ಲ ഫുദൈൽ ഇബ്നു ഇയാദ് എതിരിൽ ബേയിക്കൊണു അയാളാണ് അതിനെ ഓതിയാക്കി കൊടുക്കും അങ്ങനെ എല്ലാ ആൾമാർ ಬೇರೆ ಬೇರೆ മൊത്തം പോയിടാറ് ഫുദൈൽ ഇബ്നു ഉർത്തനെ ടെന്റ് ഉൾകൊണ്ട് ഹൈമത്ത് ഉൾകൊണ്ട് ഒരു വയസ്സായ ഒരാൾ ഗൊന്തില്ല ഫുദൈൽ ഇബ്നു ഇയാദ് ആറ് കള്ളമാർ ആറുണ്ടല്ല ഗൊന്തില്ല പക്ഷെ ഈ റായത്തിൽ ഫുദൈലു ചൊല്ല ഒരാളുണ്ടൂല കള്ളമാർ ഒരു ഗ്യാങ് ഉണ്ടൂല ചൊല്ലത് ഗൊന്തുണ്ട് അല്ലെ ഞങ്ങളെല്ലാം ഇപ്പൊ വീരപ്പണ ചൊല്ല അല്ലെ പേര് കേട്ടിട്ട് ചന്ദ്രന് ചൊല്ലുവരാന്റെ പേര് കേട്ടിട്ട് ചന്ദ്രന്റെ ഫോട്ടോ കാട്ടിട്ട് ഞങ്ങളെ മക്കളുടെ ഇത് ആറബ്ബ കേട്ടി ഇത് മൂത്തപ്പടെ കണിക്ക കാണു ചൊല്ലുക അല്ലേ വീരപ്പടെ ഫോട്ടോ മീത്ത കാട്ടി കേട്ടെങ്കിൽ ഇതാറ് ഇത് ഞങ്ങളെ ഉമ്മയുടെ ബലിയ കാക്കല്ലേ അല്ലേ കണിക്ക കാണു ചൊല്ലുക കാരണം ഗുർത്തയില്ല ആളെ ഗുർത്തയില്ല അങ്ങനെ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുടെ ഗ്യാങ് അങ്ങനെ ഒന്ന് ഉണ്ടു ചൊല്ലത് കൊണ്ടുണ്ട് ആളാറുണ്ട് കൊന്തില്ല അങ്ങനെ ഒരു വയസ്സായ ഒരാൾ കൊറിയ പൈസത്തെ കൂടെ വന്നിട്ട് ഫുദൈൽ ഇബ്നു ഇയാദിന്റെ കയ്യിലേ കൊടുക്കൂടെ ഇതിനെ ജാഗ്രതയിൽ എടുത്ത് വെച്ചോളൂ പിന്നെ കേക്കടെ ഊടാറ കക്കടെ കൊള്ളാറൂല നക്കോടെ മുണിപ്പാട്ടി വെക്കോ സാധ്യല്ല നാ കേട്ട പെണ്ണിങ്ങ തറുണ്ട് സുബ്ഹാനല്ലാഹ് കല്ലടെ കയ്യിൽ താക്കോൽ കൊടുത്തകനി ഫുദൈൽ ഇബ്നു ഇയാദ് ചൊന്നു അത് അവിടെ വെയ്ക്കോറുണ്ട് ഇയാൾ വെച്ചിട്ട് ഇയാൾ ചെയ്ത പോയി കൊച്ചിയിൽ പോയിട്ടാ നന്റേത് ജാഗ്രതയിൽ വെച്ചിരെ
എല്ലാ ആൾമാരും പേടിച്ചുകൊണ്ടല്ല അറിഞ്ഞ പോകുമ്പോ ഈ തെരുവില് ഇയാളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ നല്ലത് നല്ല ഒരാളിട്ട് കേൾപ്പിച്ചില്ല നല്ല കാണുക നല്ല യങ്കുണ്ടും നല്ല ഭയങ്കര ധൈര്യത്തെ ഒരാൾ കണിക്ക് കൊടുത്തുപോയി കൊടുത്തിട്ട് ഇയാൾ മോന്തിക്ക് പറമ്പത്ത് കൊണ്ടല്ലേ ദൂരത്തിലെ പറമ്പ് ഗുണു കേട്ടോണ്ടുണ്ട് ഈ കൈമത്തെ ടെൻറ്റ് ഉള്ളുക നോക്കുമ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് റാസിറ്റുള്ളത് നാൻ്റെ 10 പവൻ ബംഗാറുണ്ട് ಎಲ್ಲ ಕಟ್ಟೋ ಬಂದಿದೆ ಇನ್ನೊಂದು ಚೊಂದಲ್ಲ 5 ವ್ಯಾನಿಟಿ ಬ್ಯಾಗ್ ಉಂಟು ನನ್ನ ವ್ಯಾನಿಟಿ ಬ್ಯಾಗ್ ನಾ ಚೊಂದೆ ಸಾಧಾರಣ അങ്ങനെ കുറേ സാമാನು കൊണ്ടുവന്നിടാറുണ്ടെങ്കിൽ കൊറിയാൾ ബാഗ് കൊറിയാൾ പൈസ ബംഗാരം ഇതെങ്ങനെ കട്ടും വന്ന് എല്ലാ ഫുള്ളയിൽ ഇയാൾ എതിരിൽ വെച്ചോളാർ ബേക്കുമ്പോഴത്തേക്ക് ഈ വയസ്സിൽ കിളവുണ്ടല്ലേ ഇയാൾ പാപ ഫുള്ളയിൽ ഇയാളിട്ട് കൊടുത്താൽ ഇയാൾ മെല്ലെ നിൽക്കി നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ലീഡറാണ് ഫുള്ളയിൽ ഇയാൾ അയാളുടെ കയ്യിലാണ് ഇയാളുടെ ചീല കൊടുത്തത് ഇയാൾ തല കൈ വെച്ചിട്ട് പടച്ചോണെ നന്റെ സ്വത്തിന് നന്റെ കയ്യാറെന്നാ നശിപ്പിച്ചല്ലേ അങ്ങനെ ഇയാൾ ജോർ അറബായിട്ട് തോല വയസ്സൊരാളല്ലേ താക്കത്തിട്ട് അറബായിട്ട് അറബായിടുമ്പോ ഫുലൈലുബൻ ആൾമാർ കേട്ടിയത് കേൾക്കുമ്പോ ഫുലൈലുബൻ അവിടെ അറബാവ് ഭർത്തല അറബായിട്ട് ഇവരെ വിളിക്കുമ്പോ കേട്ട് തന്നെ കാക്ക വയസ്സര കാക്ക കേട്ടോലെ എന്തെ നിങ്ങൾ അറബായിട്ടെ അല്ല നന്റെ ചീരടെ ഞാൻ നിങ്ങളിട്ടിങ്ങമേ തന്നെയല്ലേ നോക്കുമ്പോ ഇവിടെ ഓതിയാക്കടമേ നിങ്ങൾ മൈനാള് നിങ്ങൾ അപ്പൊ ഫുലൈലുബൻ ചൊന്തൂല നിങ്ങൾ അയക്കെന്ത് ബേജാറാക്കട്ടെ ഓതാൻ നിങ്ങൾ അവിടെ അല്ലേ വെച്ചിട്ട് കേട്ട് എടുത്തോളൂ സുബ്ഹാനല്ലാഹ് നോക്കുമ്പോ കേട്ട അവിടെ ഉണ്ട് അയാൾ എടുത്തോണ്ട് ചെയ്ത പുറത്തു പോയി ആ കൂട്ടത്തിലുള്ള ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുടെ ഗ്യാങ്ങിലുള്ള കള്ളന്മാർ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയാർ അങ്ങ് ചൊന്നേന്ദ്ര കൊന്തുണ്ട യാ ഫുദൈൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കള്ളത്തനാക്കടേ ഞങ്ങളെ നേതാവ് ഞങ്ങളെ കാണാൻ 100 ഇരട്ടി കള്ളത്തനാക്കിയ ആള് നിങ്ങൾ ഞങ്ങൾ ജീവിതത്തിൽ ഇത്രപ്പെട്ട കട്ടിട്ടിന്നെങ്കിലും നിങ്ങളെ കള്ളത്തനത്തെ മീരിസുര കണിക്കത്തെ ഒരു കള്ളത്തനം ഞങ്ങളെ കൊണ്ട് സാധ്യമായിട്ടില്ല നിങ്ങൾ അത്ര വലിയ തന്ത്രമുള്ള ആളാണ് കള്ളത്തനത്തിൽ എന്നിട്ട് നിങ്ങളെ കൈക്ക് കിട്ടിയ കണിക്കത്തെ ആ ഒരു ബംഗാറും വെള്ളിയുള്ള കണിക്കത്തെ ചീലടെ എങ്ങനെ നിങ്ങൾ മടക്കി കൊടുത്താറ് ഇത് വലിയ അത്ഭുതമല്ലേ അപ്പ ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചൊന്നവർ പലക്ക സ്വർണ്ണ ലിപിയിൽ എഴുതി വെക്കുന്ന എന്നെ പിറുസത്തെ ബാലകാരന്മാരാണ് ഫുലൈൽ ഇബ്നു ഇയാദ് ചൊന്നതിനെ കൊണ്ടുണ്ട അയാള് ആ വയസ്സായ ആള് നന്റൊട്ടിക്ക് ആ ചീലടെ ഏൽപ്പിക്കുമ്പോ അയാളുടെ മനസ്സിൽ ഒരു വിശ്വാസം എന്ത് നന്റെ ഈ ചീലക്ക് ഇയാൾ കാവൽ നിൽക്കൂ നക്കിതിരെ പിറകെ സേഫായിട്ട് പിറകു തറൂച്ചുള്ള ഒരു വിശ്വാസം എന്ത് ആ വിശ്വാസത്തെ വഞ്ചന കൊണ്ടു നന്റെ മനസ്സ് കേട്ടില്ല വിശ്വാസത്തെ വഞ്ചന കൊടുക്കും എന്റെ മനസ്സ് കേട്ടില്ല അയല്ലേ മനസ്സുള്ള വിശ്വാസത്തെ നാണ് എങ്ങനെ സംരക്ഷിച്ചേ ഒളിച്ചിരെ പിറകു കൊടുത്തുരേ അതുപോലെ നന്റെ റബ്ബൊരൊട്ടികം നക്കൊരു വിശ്വാസമുണ്ട് ഫുദൈൽ ഇബ്നു ഇയാദ് ചൊല്ലോടെ ഏതെങ്കിലും ഒരു നാള് തൗബ ചൊന്നിട്ടു ഈ ഫുദൈലക നല്ല അല്ല അവസര തരൂ നാണെത്തര ഹറാമാക്കിട്ടിന്നെങ്കില് നാണെത്തര കള്ളതനാക്കിട്ടിന്നെങ്കില് ആരെ ബേജാറാക്കിട്ട് കട്ടിട്ടിന്നെങ്കില് പോലും എപ്പായെങ്കിലും നന്റെ അല്ലാഹു നന്റെ ഓർക്ക നല്ല കോച്ചുളുടെ ബാബണ നക്കൊണ്ടു സുബ്ഹാനല്ലാഹ് ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുടെ ഒരാള് കേട്ടോണ്ട് പറമ്പത്തുകോ ഈ കള്ളമാരെ ഗ്യാങ്ങടെ ഒരാള് കേട്ടോണ്ട് വന്നിട്ട് കേൾക്കണ നിങ്ങളെ നേതാവാറ് ആ കള്ളമാരെല്ലാരും തെച്ച് ചോറുണ്ടോണ്ടിക്കിടാറൂല അങ്ങ ചൊല്ലാറ് ഞങ്ങളെ നേതാവോ അവിടെ ഉണ്ടോ ഫുദൈൽ ഇബ്നു ഇയാദ് ചൊല്ല വലിയ അങ്ങനെ ഹീറോടെ അങ്ങനെ ഗ്യാങ് ലീഡറെ ആ സമയത്തിൽ ആ ബന്നാള് ചൊല്ലൂടെ നിങ്ങൾ എല്ലാരും ഉണ്ണുമ്പോ നിങ്ങളെ നേതാവായ ഫുദൈൽ ചൊല്ലെ ആള് ഉണ്ണുല്ലേ ഈ കള്ളമാറ് ചൊല്ലാറ് ഇല്ല അയാൾക്ക് സുന്നത്തു നോമ്പോ സുബ്ഹാനല്ലാഹ് കള്ളമാരെ നേതാവ് സുന്നത്തു നോമ്പാ ഈ ആള് ബദലേ തെല്ല് പാർക്കുമ്പോ പിന്നൊരു കളികൾ പറയുമ്പോ ഇങ്ങ എല്ലാരും തെച്ചി പലക്ക പറഞ്ഞോണ്ടിക്കിടാറ് ആ കളികൾ ഇയാള് കേൾക്കണൂല ഇപ്പൊ നിങ്ങളെ ലീഡർ ബന്നറാ കേൾക്കുമ്പോ ഇങ്ങ ചൊല്ലുടെ ഇല്ല അയാള് നിസ്കാരത്തിലാണ് പന്ന ആള് കേക്കിട് എന്ത് നിസ്കാരം ഇപ്പൊ ഫർദ് നിസ്കാരത്തെ ടൈമല്ലേ ആളുമാറ് ചൊല്ലെ ഞങ്ങളെ നേതാവ് സുന്നത്ത് നിസ്കാരമാണ് സുബ്ഹാനല്ലാഹ് ജീവിതത്തിൽ ഒരു നിസ്കാരവും കൂടാത്ത മഹാനാണ് ഫുദൈൽ ഇബ്നു ഇയാദ് അത്ര വലിയ മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു നന്റെ ഈമാനുള്ള മുസ്ലിം ബാലക്കാരാ യംഗമെൻസിലെ സജീവമാണ് 5 വഖത്ത് പള്ളിയിലെ സജീവമാണ് റായത്തിലെ മീലാദ് നടക്കുമ്പോ എല്ലാ നല്ല നല്ല കാര്യത്തിന് നേതൃത്വം കൊടുക്കൂടാ പക്ഷേ ചിലപ്പോ റായത്തിലുള്ള വേണ്ടാത്തതിരെ പിറകെ പോണ്ട ആളുമാറുണ്ടല്ലേ ബഹുമാനപ്പെട്ട ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുടെ കണ്ടുപഠിക്കോറോ 5 വഖത്ത് നിസ്കാരം മാത്രമല്ല ഒരു സുന്നത്ത് നിസ്കാരം പോലും സുന്നത്ത് നോമ്പ് വിടാതെ മഹാട് ഒരു റായത്തിൽ അതാ ജാബ് ഇങ്ങനെ കക്കുണുക വേണ്ടി നൂലുക നോക്കുമ്പോ തോകു ഒരു പെണ്ണിങ്ങ ഖുർആൻ ഓതുറൂ അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് അലം യഅനി ലില്ലദീന ആമനൂ
ആമനു ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് ഇനിയും ടൈമായില്ലേ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് അങ്ങനെ ഖൽബുക അല്ലാഹുവിന്റെ പേടി വരും ഇനിയും നേരായില്ലേ ഈമാനുള്ള മുഅ്മിനീങ്ങളെ നിങ്ങളെ മനസ്സുക്ക് പേടി വരൂ അല്ലാഹുവിന്റെ പേടി വരൂ നാളെ ഖബറിൽ കിടക്കുമ്പോഴുള്ള ഭയാനകമായ ജീവനത്തെ പേടി വരൂ അല്ലാഹുവിന്റെ മഹ്ശറത്തിലുള്ള വിചാരണയുടെ പേടി വരൂ ഇനിയും നിങ്ങൾക്ക് നേരായില്ലേ ഖുർആന്റെ ഈ ആയത്ത് കേൾക്കുമ്പോഴത്തേക്കോ ബഹുമാനപ്പെട്ട ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു അറബായിട്ട് ചൊല്ലുടോ പീക പൊലിക്കൊണകുള്ള ആയുധ കൈയുടെ വലിച്ചെറിഞ്ഞിട്ട് ചൊല്ലുടോ അൽആന ഖത്താബ ഫുദൈൽ നാറൈത റബ്ബ നാറൈത റബ്ബ ഫുദൈലക നാറൈത റബ്ബ നിന്റെ പേടി കൊടുക്കോ നാറൈത അല്ലാഹ് എന്നിട്ട് തൗബ ചൊല്ലുടോ ആരതെല്ലാം ജീവനത്തിൽ കട്ട എല്ലാരൊട്ടിಗೆ പോയി മാഫ് കേക്കട് എല്ലാരെ കാല പിടിച്ച് തൗബ ചൊന്നു മാഫ് കേക്കട് അല്ലാഹുരൊട്ടിಗೆ തൗബ ചൊന്നു മടങ്ങിയ മഹാനാട് എത്ര വലിയ ഗൊന്തുണ്ട ബാലക്കാര എത്ര വലിയ ശിഷ്യന്മാര് ഗുരുവാണ് ഫുദൈൽ തങ്ങൾ ഗൊന്തുണ്ട മുസ്ലിം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ ഒരേ ഒരായത്ത് ഈമാനുള്ള ഖൽബുടെ ഉൾഗ ഈമാന്റെ പ്രകാശം ഒളിഞ്ഞു കിടന്നിട്ടിന്ത് സഹവാസ ദോഷത്തിലെ കള്ളത്തനാച്ചുള്ള സ്വഭാവം വന്നുകൂടിയതാണ് എത്ര ബാലകാരന്മാരുണ്ടോ ഉസ്താദെ 5 വഖ്ത് പള്ളിയിലെ ജമാഅത്ത് നടക്കുമ്പോൾ ഇക്കടാറ് എങ്ക മനസ്സിലും സജീവമായിട്ടുള്ളാറ് അൻസാറുൽ ഇസ്ലാം എല്ലാ ഇതിലും സംഘടനയിലുള്ളാറ് പക്ഷേ താളത്തുക പോകുമ്പോ അവണ് ഒന്നാമത്തലാണ് താളത്തുക പോയിട്ട് ഡാൻസ് ആക്കി വീഡിയോ പറയുമ്പോഴത്തേക്കോ എതിരിൽ അവണും ഉള്ള അങ്ങനത്തെ പേര് വേണ്ട ബാലക്കാര അൻസാറുൽ ഇസ്ലാം ചൊല്ല പേര് അർത്ഥം നിങ്ങൾ ചിന്തിച്ചിരാറാ അൻസാറുൽ ഇസ്ലാം ഇസ്ലാമുടെ സഹായിക്കരങ്ങ ഇസ്ലാമുടെ സഹായിങ്ങ അല്ലാഹുവിന്റെ ദീന്റെ സഹായിങ്ങ പരിശുദ്ധ ഇസ്ലാമുടെ സഹായിക്കണോ പരിശുദ്ധ ഇസ്ലാമുടെ ആദർശത്തെ സംരക്ഷിക്കണോ സഹായിക്കണോ സുന്നത്ത് ജമാഅത്തിലെ കാവലുകാര ഇസ്ലാമുകോ കളങ്ക നിന്റെ കാരണത്തിൽ വറകു തീരാ സുന്നത്തുകാരുടെ പരിസരത്തിൽ ഒരാളെ ഔത്തുലും ഹറാമോ നടക്കണു തീരാ വയത് കേട്ട ഒരു ബാലകാരമിനെ താളത്തുക്ക് പോയിട്ട് ഡാൻസ് നിൽക്കണു തീരാ അതിനെ സപ്പോർട്ടാക്കണു നിൽക്കണ്ട ഈമാനുള്ള പെണ്ണുങ്ങള് ബ്രൈഡ് ടൂബി ഗ്രൂം ടൂബി എല്ലോ ഡേ റെഡ് ഡേ ചൊന്നോട്ടു അതാ ഒരു കിടാവുക പല്ല് പറമ്പ് പോലും ആഘോഷമാണ് കിടാവുക ഒന്നാമത്തെ പല്ല് പറമ്പ് ഹാളിൽ ഫംഗ്ഷൻ വയ്ക്കുന്ന സമുദായമേ നിങ്ങൾ ചിന്തിക്കോറോ ഞങ്ങളുടെ റായത്തിലെ 40 വർഷമായ പെണ്ണുമക്കളുടെ മങ്ങിലാവാണ്ടുണ്ടോ അല്ല തന്നെ സമ്പത്തിനെ വേണ്ടാത്ത മാർഗത്തിൽ ചെലവാക്കണ്ട അല്ല തന്നെ ആരോഗ്യത്തിന് ബലമുണ്ടോ നാല് മത്സരത്തിൽ ആ ചൂട് ഉല്ലംഘനത്തെ മത്സരത്തിൽ അല്ല ഓർമ്മിച്ചു കൂട്ടിയപ്പാ നീക്ക് അല്ലാഹു തന്നെ യൗവനത്തെ യുവത്വത്തെ എന്തൊക്കെ വേണ്ടി ചെലവാക്കിയ കേൾക്കുമ്പോ അല്ല പൊരുത്തപ്പെട്ട കനികത്തെ മറുപടി ചൊല്ലാട്ട് ലാ തസൂലു ഖദമാ ഇബ്നി ആദമാ ഒരു ആദം നബിയുടെ മക്കളെ ഒരു മനുഷ്യന്മാരിൽപ്പെട്ട ഒരേ ഒരു ബാലകാരണ ഒരു ബാലകർത്തിരമാ രണ്ട് കാല് മത്സരത്തിൽ എങ്ങനെ വെച്ചിറാറാ ആ ഒരു പാദത്തെ പോലും എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ട് അല്ല പൊടാല അല്ല കേക്കട ചോദ്യമാണ് നിക്ക് അല്ലാഹു തന്നെ യുവത്വത്തെ നീ എന്തരാക്കിര യൗവനത്തിലല്ല വേണ്ടാത്തതാക്കിട്ട് ഹറാമാക്കിയിട്ട് ചോരയുടെ സ്പീഡ് കുറയുമ്പോൾ 40 വർഷം 50 വർഷം ആയോട്ട് പറയുമ്പോഴത്തേക്കോ ശരീരത്തെ താടിയും മുടി നിരക്കുമ്പോഴത്തേക്കോ ജീവിതത്തിലാക്കി അനാചാരത്തെ ഓർത്തിട്ട് പുൽപൊട്ടിട്ടോ പള്ളിയിലെത്തിയ തസ്ബീഹിരെ മാല പിടിച്ച് തെച്ച കനിക്കത്തെ ആളുമാറ് ചൊല്ലുടത് കേൾക്കണ അല്ലല്ലൈത ശബാബ യഊദു യൗമാ ഫഉഖ്ബിറഹു ബിമാ ഫഅലൽ മശീബു ಇಂಡು ಸುಜೂದು ചെയ്യണಗೋ ಮುಟ್ಟು ನಂಬಲಾಬಡು ಇಂಡು സുജൂദ് ചെയ്യണകോ സമ ബഗ്ഗണുകാവില്ല ആരോഗ്യം നഷ്ടപ്പെട്ടു പോയിര് പക്ഷെ ആരോഗ്യമുള്ള സമയത്തിൽ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ തീഞ്ഞതാണ് ആരോഗ്യമുള്ള സമയത്തിൽ പാതിര ജാബ് തോല മാർഗത്തിൽ തീഞ്ഞതാണ് ഇപ്പൊ ഇതാ കിടന്നിട്ട് ഉറക്ക് വണ്ടില്ല
പക്ഷെ അള്ളാന്റെ പേടിയാവിടൂ. ഈ വയസ്സിൽ അള്ളാന്റെ പേടിയാൻ പറ്റുകോ? നല്ല യൗവനത്തിൽ ആ പേടി വന്നില്ലല്ലേ ചൊന്നിട്ട് ചിന്തനാക്കിയ വയസ്സിലാളുമാർ ഒരു കവി പാടിയ പാട്ടാണ്. ആ നന്റെ യൗവനമീ തിനക്ക് മടങ്ങി വന്നെങ്കിൽ, നന്റെ നഷ്ടപ്പെട്ടു പോയ യുവത്വമീ തിനക്ക് പിറകെ വന്നിട്ടില്ലെങ്കിൽ, ഈ ശരീരത്തെ മുടിയെല്ലാം വെളുത്ത സമയത്തിൽ അള്ളാന്റെ പേടിച്ചിട്ട് നാണാക്കി ഇബാദത്തിനെ കാട്ടിയിട്ട് ആ യൗവനത്തെ നാണ് ആക്ഷേപിക്കാന്ത. നിക്ക് തീരിത്ത യൗവനമേ, നിക്ക് തീരിത്ത യുവത്വമേ, ഈ നന്റെ വയസ്സിലെ നാണാക്കട നന്റെ നിസ്കാരം നോക്കൂ, നന്റെ സ്വതക്ക നോക്കൂ, നക്ക് കബുര ചിന്ത നോക്കൂ, നന്റെ മനസ്സിലുള്ള അള്ളാഹുറൊട്ടുകളുടെ പേടി നോക്കൂ. നിക്ക് തീരിത്താട്ടെ നന്റെ യൗവനത്തെ നാണ് ആക്ഷേപിക്കാൻ താണ്ടൊരു കവി ചൊന്നിട്ടില്ലെങ്കിൽ ആ അവസ്ഥ ഞങ്ങൾക്ക് ബറുകു തീരെ മുസ്ലിമീങ്ങള്.